ചഞ്ചലാക്ഷി ഇന്നു നിൻ മാരൻ വന്നു മധുരം തന്നു. നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൈതയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പുഴക്കൈത, പൂക്കൈത, തായാമ്പു എന്നെല്ലാം അറിയപ്പെടുന്ന കൈതയുടെ ശാസ്ത്രീയ നാമം പാൻഡാനസ് ഒഡോറട്ടിസിമസ് എന്നാണ്. പാൻഡാനേസിയയാണ് ഫാമിലി. സംസ്കൃതത്തിൽ ചാമരപുഷ്പം, കേതകി, സ്നേഹിപുഷ്പം, ദളപുഷ്പം എന്നെല്ലാമാണ് കൈതയെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലും ബർമയിലുമാണ് ഇത് ധാരാളമായി കണ്ടുവരുന്നത്. 20 അടിയോളം ഉയരം വരുന്ന ഒരു വലിയ മുള്ളുള്ള കുറ്റിച്ചെടിയാണ് കൈത. 10 മുതൽ 20 അടി വരെ ഉയരം വരുന്ന കാണ്ഡത്തിന് മങ്ങിയ മഞ്ഞ നിറമാണ്. ഇതിനുള്ളിൽ ധാരാളം ബലമുള്ള നാരുകൾ ഉണ്ടാകും. ഈ നാരുകൾ പണ്ട് വല നെയ്യാനും ഓല മെയ്യാനും എല്ലാം ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല, ഇതിൻ്റെ കാണ്ഡം ചതച്ച് ബ്രഷായി പണ്ട് വീടുകളിൽ കുമ്മായമടിക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു. കാണ്ഡത്തിൽ നിന്നും ഭൂമിക്ക് മുകളിൽ പൊങ്ങി നിൽക്കുന്ന വേരുകളുമുണ്ട്. 3 മുതൽ 5 അടിയോളം നീളം വരുന്ന ഇലകൾ കാണ്ഡത്തെ ചുറ്റിയുണ്ടാകുന്നു. ഇലകളുടെ അഗ്രഭാഗം കൂർത്തതും മധ്യത്തിൽ മടക്കുള്ളതുമാണ്. ഇലയുടെ 2 അരികിലുമുള്ള മുള്ളുകൾ മേലോട്ടും മധ്യഭാഗത്തുള്ള മുള്ളുകൾ കീഴോട്ടും വളഞ്ഞുമാണ് കാണപ്പെടുന്നത്. ശാഖാഗ്രത്തിലുണ്ടാകുന്ന ബാർലിക്കതിർ പോലുള്ള സുഗന്ധ പൂക്കുലയെ ചുറ്റി വെള്ള നിറത്തിലുള്ള കൂമ്പോലകൾ പൊതിഞ്ഞു നിൽക്കുന്നു. തീരെ ചെറിയ മഞ്ഞപ്പൂക്കൾ പാട്ടിൽ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ സുഗന്ധമുള്ളവയാണ്. ചക്കയുടെ ആകൃതിയിലുള്ള ആമ്രക ഫലമാണിതിന്. ഇതിൻ്റെ പൂക്കളിൽ നിന്നെടുക്കുന്ന കേദ ഓയിൽ വളരെ പ്രസിദ്ധമാണ്. ഇലയ്ക്ക് കയ്പ് മധുരരസം ഉഷ്ണവീര്യവുമാണ്. പകർച്ചവ്യാധികൾ, വെള്ളപ്പാണ്ട്, കുഷ്ഠം ഇവയെല്ലാം ശമിപ്പിക്കുന്ന കൈതയുടെ പൂവും വേരുമാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. കൂടുതലായി ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. കൈത എന്ന് പറയുന്നത് കൈതച്ചക്ക വരെ ഉണ്ട്. ഈ കൈത ഈ തോട്ടുവക്കിൽ കാണുന്നതാണ്. എപ്പോഴും ഈ അതിൻ്റെ വേര് എപ്പോഴും വെള്ളത്തിലാണ് കിടക്കുക. ഇതൊരു ശീതമാണ്, വളരെ തണുപ്പുള്ളതാണ്. ആ വെള്ളത്തിൽ ഈ തോട്ടുവക്കിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ വേരും ഇതിൻ്റെ നാരടക്കം എപ്പോഴും ജലാംശം കൂടുതലായി കൊണ്ടിരിക്കും. ഇതൊരു ശീതവീര്യമാണ്. ഇതിൻ്റെ 2 പ്രയോഗങ്ങൾ, ഒന്ന് ഇത് അകത്തേക്ക് സേവിച്ച് കഴിഞ്ഞാൽ ശരീരം തണുക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം, ഇതിൻ്റെ ഈ നീരിന്ന് എടുത്തുണ്ടാകുന്ന നീരിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് പിന്നെ ശരീരത്തിൽ ഈ ധാര ചെയ്യുക. ധാരാളമായിട്ട് ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞാൽ ഈ തീപ്പൊള്ളലിനെ പൊള്ളിക്കഴിഞ്ഞാൽ അപ്പം എടുത്ത് ധാര ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പൊള്ളലും മാറും, അത് പൊള്ളയ്ക്കില്ല. അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. പിന്നെ ഈ പണ്ടൊക്കെ പായ ഉണ്ടാക്കുന്ന ഈ കൈതറ നീര് കൊണ്ട്, ആ കൈതറ നാര് കൊണ്ട് പായ ഉണ്ടാക്കി അതിൽ കിടന്നു കഴിഞ്ഞാൽ ശരീരം നല്ല സുഖമായിട്ട് കിടക്കാം. വേനൽക്കാലത്തൊക്കെ കിടക്കാൻ പറ്റിയതാണ്. ശരീരം ശീതമായിരിക്കും, അതിൽ ചൂടുണ്ടാവില്ല. പിന്നെ ഈ കൈതയുടെ പൂവ്, അത് ആണ് അരോമ തെറാപ്പിക്ക്. കാരണം ഇതിൻ്റെ പൂവിൻ്റെ മണം കുറേ കാലം നിലനിൽക്കും. പണ്ടൊക്കെ ഈ പെട്ടികളിലൊക്കെ കൊണ്ടുവച്ചിട്ട് വസ്ത്രങ്ങൾ മണപ്പിച്ചേർന്നു. കാരണം ആ മണം ഏറ്റു കഴിഞ്ഞാൽ തന്നെ ഈ സ്ട്രെസ് റിലീവ് ചെയ്യുന്ന ഒരു ഗുണം ഉണ്ടായിരുന്നു. അതിൻ്റെ അരോമ തെറാപ്പിയുടെ ഗുണമാണ്. പണ്ട് ഡയറക്റ്റായിട്ട് അതിൻ്റെ പൂവ് അടിക്കുന്നത്. ഇപ്പോൾ അത് നിർത്തുന്ന എസൻസ് എടുത്തിട്ട് അരോമ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നുണ്ട്.